ജ്യോതിഷ താന്ത്രിക മാന്ത്രിക ആചാര്യ ഗുരുക്കന്മാർക്കും ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ശ്രീ മൂകാംബിക അമൃതവിഷൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ മൂകാംബിക മഠം അജയ് സുരേന്ദ്രൻ പോറ്റി. ഈ വർഷം, അതായത് കൊല്ലവർഷം 1200 ആണ്ട് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെ, മേടൻ രാശിക്കൂറ് മുതൽ മീനൻ രാശിക്കൂറ് വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് ഉള്ള ഒരു ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ളൊരു ഒരു വർഷത്തെ പൊതുഫലമാണ് ഞാനിന്നിവിടെ പറയുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും. എന്താണ് ഫലമെന്ന് നമുക്കൊന്ന് നോക്കാം. മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽപാദവും ചേർന്ന ധനക്കൂറുകാർക്ക് ഈ ഒരു വർഷം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 6-ാം ഭാവത്തിൽ വ്യാഴവും 3-ാം ഭാവത്തിൽ ശനിയും 4-ാം ഭാവത്തിൽ രാഹുവും സഞ്ചരിക്കുന്നൊരു കാലമാണ് ഈ ഒരു വർഷക്കാലം. എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നാൽ തന്നെയും ഏതൊരു തരത്തിലുള്ള മനസന്തോഷമായിരുന്നാലും എല്ലാം വളരെ ദുഃഖമായിട്ട് തന്നെ ഉള്ള അവസ്ഥ, ക്ലേശിക്കേണ്ടുന്ന ഒരു അവസ്ഥ ഈ ഒരു വർഷമുണ്ട്. ഭാര്യയ്ക്കാണെങ്കിലും മറ്റു ബന്ധുക്കൾക്കാണെങ്കിലും ഒക്കെ വളരെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുവാനും തന്മൂലം മാനസിക ബുദ്ധിമുട്ടുകളും വൈഷമ്യമൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുള്ളൊരു സമയമാണ്. എല്ലാ കാര്യങ്ങളിലും വളരെ ഉദാസീനത ഉണ്ടാകുവാനൊക്കെ സാധ്യതയുണ്ട്. വളരെ അലസമായിട്ടുള്ള ചിന്താഗതികളും, ജോലി സ്ഥലത്താണെങ്കിലും ജോലിക്ക് പോകണോ വേണ്ടയോ എന്നുള്ള ഒരു ചിന്താഗതി, ഒരു കാര്യത്തിന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് വേണോ വേണ്ടയോ എന്നുള്ള ഒരു ചിന്താഗതി, ഒരു മടി അവസ്ഥ ഉണ്ടാകുവാനൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ്. ആ ഒരു മടി അവസ്ഥയിലേക്ക് പോകാതെ വളരെ ശ്രദ്ധിക്കേണ്ടുന്നതും കൂടിയാണ്. ബന്ധുക്കളുമായി പിണങ്ങുന്നതിനും ബന്ധുക്കളുമായി മറ്റു തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും ഒക്കെ സാധ്യമാകുന്നൊരു സമയവും സുഖങ്ങൾക്ക് ഹാനി ഉണ്ടാകുന്നൊരു സമയവുമൊക്കെയാണ്. വാഹന സംബന്ധമായിട്ടൊക്കെ ധനനഷ്ടമൊക്കെ ഉണ്ടാകുവാനും സാധ്യതയൊക്കെ ഉള്ളൊരു സമയമാണ്. ഏതൊരു കാര്യവും വളരെ ലാഘവത്തോടു കൂടി കാണാതെ, സാമ്പത്തിക ഇടപാടുകളാണെങ്കിലും വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ തന്നെയും എല്ലാ കാര്യങ്ങളും, തൊഴിൽ സംബന്ധമായിട്ടാണെങ്കിലും വളരെ ജാഗ്രതയോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകേണ്ടതാണ്. വീട് വിട്ടുമാറി നിൽക്കുന്നതിനും വീട് മാറുന്നതിനും ഒക്കെ അനുകൂലമായൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വളരെ ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കേണ്ടുന്ന കൂറുകാരാണ് ധനക്കൂറുകാർ. ഈ ഒരു വർഷം സുഖസൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ കൈവിട്ട് പോകാനും സാധ്യതയൊക്കെയുള്ളൊരു സമയമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഈശ്വരാധീനം കുറഞ്ഞ സമയമാണ്. മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതും ഒക്കെ വളരെ ഉത്തമമാണ് ഈ ഒരു വർഷം. മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽപാദവും ചേർന്ന ധനക്കൂറുകാർക്ക് എല്ലാവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും സന്തോഷവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.